ഒരു ദിവസം കൂടിയുള്ളൂ. കുറച്ച് ലഗേജ് ഒക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് ഷോപ്പിങ്ങും ബാക്കിയുണ്ട്. അപ്പൊ അതിന് വേണ്ടി പുറത്തിറങ്ങിയതാണ് ഞങ്ങള്. അമ്മച്ചിന്റെ കസിൻസ് റൂമിക്ക് വരുന്നുണ്ട് പറഞ്ഞപ്പോ തിരിച്ച് റൂമിക്ക് തന്നെ വന്നു. ഒരു ഫുഡും കൊണ്ടൊക്കെയാണ് വന്നത്. ഒക്കെ കഴിഞ്ഞ് ഓല് പോവാൻ ഇറങ്ങിയപ്പോ ഞങ്ങളും ഓലെ കൂടെ ബാക്കി ഷോപ്പിങ്ങിന് ഇറങ്ങി. ഞങ്ങൾ നേരെ പാണ്ടിക്കാണ് വന്നത്. ഇവിടെ വന്നാല് ഫിഷിന്റെ സെക്ഷനിലെത്തിയാല് അതിനൂടെ എപ്പോഴും ഇവിടുത്തെ മീനാളെ കാണണം. അങ്ങനെ ഇന്നത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ എപ്പച്ചിന്റെ കമ്പനി റൂമിലൊക്കെ പോയി റൂമിക്ക് തിരിച്ചു. അങ്ങനെ അടുത്ത ദിവസം ഞാൻ എന്റെ പെറ്റിനെയും കൊണ്ട് പോവാണ് കേട്ടോ. ഇതിനെ ഞാൻ ഒരുപാട് മിസ് ചെയ്യും. അപ്പൊ ഇതിനെ ഞാൻ അച്ചൂന കൊടുക്കാൻ പോണത്. ഞങ്ങള് ചെല്ലുമ്പോ ഇവിടെ തന്നെ നിക്കണ്ട്. ഇനി ഞാൻ എന്റെ ഫിഷിനെ അച്ചൂന് കൊടുത്തുട്ടോ. അങ്ങനെ ഞങ്ങൾ ഓരോടൊക്കെ യാത്ര പറഞ്ഞ് അവിടുന്ന് ഇറങ്ങി. എന്റെ മുന്നേ ഇപ്പച്ചിന്റെ ഫ്രണ്ട്സിനോടൊക്കെ യാത്ര പറഞ്ഞു തരാണ്. ഇന്ന് ദിവസത്തെ ലാസ്റ്റ് ഈവനിങ് ആണ് കേട്ടോ. ഇവിടുന്ന് പോണത് തന്നെ ആലോചിക്കാൻ വയ്യ. ഇനി ഞങ്ങൾ ഇപ്പച്ചിന്റെ ഷോപ്പിലൊക്കെ യാത്ര പറയാൻ പോവാണ്. അത് ഞങ്ങള് പുതിയ ഷോപ്പിലാണ് വന്നത്. ഇവിടെ ഇപ്പൊ വൈറലായിക്കൊണ്ടിരിക്കണ ബൂട്ടോ ഉണ്ട് ട്ടോ. അപ്പൊ നമുക്ക് അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓരോടൊക്കെ യാത്ര പറഞ്ഞ് പിന്നെ ഞങ്ങള് ബീലബൻ കഴിക്കാനാണ് പോയത്. ഇതിന്റെ മേക്കിംഗ് കാണാന് നല്ല രസമുണ്ടായിരുന്നു ട്ടോ. ഞങ്ങള് പിസ്താഷ്യോ കൊഷേരിയാണ് ട്രൈ ചെയ്തത്. ബാങ്കൊക്കെ കൊടുത്ത് നിസ്കാരത്തിനുള്ള ടൈം ആയപ്പോ ഞങ്ങൾ ഇവിടെ ബീച്ചിലിറങ്ങി. കൊറേ നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ ഞങ്ങൾ തനൂബിലൊക്കെ കേറി. പിന്നെ പക്ഷേ പഴയ ഷോപ്പിക്കാണ് പോയത്. അവിടെ എല്ലാരോടും യാത്ര പറഞ്ഞ് അണ്ടയിലും അത്തേമിലൊക്കെ കേറി നാട്ടിലുള്ള ഷോപ്പിംഗ് അങ്ങോട്ട് ഫിനിഷ് ചെയ്തു. പിന്നെ കുറച്ച് മിഠായികളും വാങ്ങാണ്ടായിരുന്നു ട്ടോ. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ജിസാന്ന് സൈബേത്തെ റൂമിക്ക് എത്തി. ഇതാണ് ഞങ്ങളെ റൂമിക്കുള്ള വഴി. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ബാക്കി പെട്ടൊക്കെ റെഡിയാക്കി. അത് കഴിഞ്ഞ് ഞാൻ റൂമിലൊക്കെ ഒട്ടിച്ചീന് എന്റെ സ്റ്റിക്കേഴ്സ് ഒക്കെ എടുത്ത് കഴിഞ്ഞു. ഇതൊക്കെ എടുത്ത് കളയുമ്പോഴേക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ ടൈം രാവിലെ 3 മണി ആയിക്കണം. രാവിലെ 8 മണിക്ക് എയർപോർട്ട് പോകണം.